നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലും കലണ്ടറിലെ ഒരു താൾ കൂടി മറിയുകയാണ്. 2025 എന്ന വർഷത്തോട് നമ്മൾ വിട പറയുമ്പോൾ വരാനിരിക്കുന്ന പുതിയ വർഷത്തിൻ്റെ പ്രതീക്ഷകളിലേക്ക് കണ്ണു നട്ടിരിക്കുമ്പോൾ കഴിഞ്ഞുപോയ 365 ദിവസങ്ങൾ കേരളത്തിന് എന്തായിരുന്നു? വെറുമൊരു വർഷമായിരുന്നില്ല അത്. അതിജീവനത്തിൻ്റെ കരുത്തും അധികാരത്തിൻ്റെ മാറ്റൊലികളും വിപ്ലവ സൂര്യന്മാരുടെ അസ്തമയവും ഒപ്പം സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളും നിറഞ്ഞ ഒരു കാലഘട്ടം. വരും ദശകങ്ങളിൽ കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന വലിയ മാറ്റങ്ങളുടെ അടിത്തറ പാകിയ 2025 നമുക്കൊന്ന് വിശദമായിട്ട് വേണ്ടിയിരിക്കുന്നു വിശകലനം ചെയ്യുന്നു. ഈ വർഷം കേരളത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു വൻമരം വീണതുപോലെ നമുക്ക് തോന്നിയത് സഖാവ് VS അച്യുതാനന്ദൻ്റെ ഇടവാങ്ങലോടെയാണ്. 102-ാം വയസ്സിൽ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ആ അവസാന കണ്ണിയും അറ്റുപോകുമ്പോൾ അത് കേവലം ഒരു മരണമായിരുന്നില്ല. അനീതിക്കെതിരെ വിരൽ ചൂണ്ടി ഹലോ എന്ന് ചോദിച്ചിരുന്ന ആ ശബ്ദം ഇനി ഉണ്ടാകില്ല എന്ന തിരിച്ചറിവായിരുന്നു. പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ആരംഭിച്ച് ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ ആ ദീപം അണഞ്ഞപ്പോൾ കേരളം കണ്ടത് ഒരു ജനത മുഴുവൻ ഒഴുകിയെത്തിയ വിലാപയാത്രയാണ്. പരിസ്ഥിതിക്ക് വേണ്ടിയായാലും പെൺകരുത്തിന് വേണ്ടിയായാലും VS എന്ന് പറയുന്ന രണ്ടക്ഷരം പാവപ്പെട്ടവരുടെ പ്രതീക്ഷയായി. 2025 ജൂലൈ മാസം കേരളത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ കണ്ണീരോടെ അടയാളപ്പെടുത്തപ്പെട്ടു. VSനൊപ്പം തന്നെ മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസന്റെ വേർപാടും നമുക്ക് താങ്ങാനാവുന്നതിനുമപ്പുറം. ദാസനെയും വിജയനെയും സൃഷ്ടിച്ച മലയാളിയുടെ കാപഢ്യങ്ങളെ ആക്ഷേപഹാസ്യത്തിൻ്റെ മുനവെച്ച് കീറിമുറിച്ച ആ പ്രതിഭയും ഡിസംബറിൻ്റെ മഞ്ഞുതുള്ളികൾക്കൊപ്പം വിടവാണ്. ആവഗായകൻ P ജയചന്ദ്രൻ, എഴുത്തുകാരൻ MK സാനു, സംവിധായകൻ ഷാജി N കരുൺ അവരൊക്കെ ഒഴിഞ്ഞുപോയ 2025 കലാലോകത്തിന് ഒരു വലിയ ശൂന്യതയാണ് സമ്മാനിച്ചത്. ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും കേന്ദ്രമായിട്ടുള്ള ശബരിമലയെ ചുറ്റിപ്പറ്റിയുണ്ടായ സ്വർണ്ണക്കവർച്ചാ കേസ് ഈ വർഷം കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവം. 1998 വിജയ് മല്യ നൽകിയ സ്വർണ്ണപ്പണികൾ കവർന്നെടുക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ അത് കേവലം ഒരു മോഷണമല്ല, മറിച്ച് വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് കാണപ്പെട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അഴികൾക്കുള്ളിലായപ്പോൾ അത് ഭരണ സംവിധാനങ്ങളുടെ പരാജയം കൂടിയായിട്ട് മാറി. ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. വിശ്വാസികൾക്കിടയിൽ ഈ സംഭവം ഉണ്ടാക്കിയ മുറിവ് ഒരുപക്ഷെ വരും തെരഞ്ഞെടുപ്പുകളിലും ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. 2025 രാഷ്ട്രീയ ചിത്രം മാറ്റിമറിച്ചത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അത് ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPIM വലിയ ആത്മപരിശോധനകളുടെ കാലമായിട്ട് ആ ഫലം മാറി. കാലങ്ങളായിട്ട് ചെങ്കോട്ടയായിരുന്ന കൊല്ലം കോർപ്പറേഷൻ ആദ്യമായിട്ട് UDF പിടിച്ചു. സാരമായൊരു രാഷ്ട്രീയ മാറ്റമല്ല. 5 കോർപ്പറേഷനുകൾ കൈവിട്ടുപോയപ്പോൾ കോഴിക്കോട് മാത്രമാണ് LDFന് ആശ്വാസം നൽകിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം സർക്കാരിനെതിരെയുള്ള ജനവികാരം കൂടിയായിട്ട് പലരും ഇപ്പോഴും വിലയിരുത്തുന്നുണ്ട്. 2025 കേരളം കണ്ടത് സമരങ്ങളുടെ വലിയ വേലിയേറ്റങ്ങളായി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പകലും രാത്രിയും സമരം ചെയ്ത ആശാവർക്കർമാരുടെ വിജയം നാം കണ്ടു. സ്വന്തം മണ്ണിൽ അന്യമാക്കപ്പെടുമോ എന്ന് ഭയന്ന മുനമ്പം നിവാസികളുടെ പോരാട്ടം ഇന്നും ചർച്ചയാണ്. വഖഫ് ഭൂമി എന്ന അവകാശവാദവും അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും തമ്മിലുള്ള പോരാട്ടത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കേണ്ടി വന്നു. റാങ്ക് ഹോൾഡർമാരുടെ ശയന പ്രതീക്ഷണം നമ്മുടെ തൊഴിലില്ലായ്മയുടെ ആഴം വിളിച്ചു പറയുന്നത്. കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസിൽ 8 വർഷത്തിന് ശേഷം വന്ന വിധി 2025 പ്രധാനപ്പെട്ട സംഭവം. 8ാം പ്രതി ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയപ്പോൾ പൾസർ സുനി അടക്കമുള്ളവർക്ക് കഠിന തടവ് ലഭിച്ചു. ആ വിധിയുടെ വിശദാംശങ്ങൾ മുൻപേ ചോർന്നുവെന്നുള്ള ആരോപണം കോടതിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതായി. ഭീഷ്മയ്ക്ക് ലഭിച്ച വധശിക്ഷയും പെരിയ കേസിലെ CPIM പ്രവർത്തകർക്കുള്ള ശിക്ഷയും നീതിന്യായ വ്യവസ്ഥയുടെ ഗൗരവത്തെ ഓർമ്മിപ്പിച്ചു. നെഗറ്റീവ് വാർത്തകൾക്കിടയിലും കേരളം അഭിമാനത്തോടെ തലയുയർത്തി പിടിച്ച ചില നിമിഷങ്ങളുണ്ട്. നവംബർ 1 നാം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം, മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനം. ഈ പദവികൾ കേരളത്തിൻ്റെ വികസന മാതൃകയ്ക്ക് അംഗീകാരമായിട്ട് വിലയിരുത്തും. ഒറ്റ റാങ്കിങ്ങിൽ നമ്മുടെ നഗരങ്ങൾ കൈവരിച്ച നേട്ടവും എടുത്തു പറയണം. പക്ഷേ ആരോഗ്യരംഗത്ത് അമീബിക് മസ്തിഷ്ക ജ്വരവും എലിപ്പനിയും ഉയർത്തിയ വെല്ലുവിളികൾ നമ്മെ കൂടുതൽ ജാഗരൂകരാക്കുകയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ കഴിഞ്ഞ വർഷം നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എന്നത് പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. കൊച്ചിയിലെ പുറംകടലിൽ കപ്പലുകൾ മുങ്ങിയതും പരിസ്ഥിതി നാശമുണ്ടായതും നമ്മുടെ തീരസുരക്ഷയുടെ കുറവുകളിലേക്ക് വിരച്ചു. എന്തായാലും 2025 എന്ന് പറയുന്നത് മാറ്റങ്ങളുടെയും പോരാട്ടങ്ങളുടെയും വർഷമായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ VS എന്ന ഇതിഹാസത്തെ യാത്രയാക്കുമ്പോഴും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുമ്പോഴും കേരളം അതിൻ്റെ തനിമ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.
അഴിമതിയും കവർച്ചയും വിശ്വാസത്തെ മുറിപ്പെടുത്തുമ്പോൾ മറുവശത്ത് ഡിജിറ്റൽ വിപ്ലവത്തിലൂടെയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെയും നാം മുന്നേറുന്നു. ഇത് ഒരു നാടിൻ്റെ അതിജീവനത്തിൻ്റെ കഥയായിട്ട് നാം കാണേണ്ടി. 2026 നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലേക്ക് നാം കടക്കുമ്പോൾ ഈ 2025 നൽകിയ പാഠങ്ങൾ ഓരോ വോട്ടറുടെയും മനസ്സിലുണ്ടാകും. ഈ വർഷത്തെ പ്രധാന സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകാം. ഒരുപക്ഷെ 2026 എന്ന് പറയുന്നത് ഈ ചർച്ച വരും ദിവസങ്ങളിലും തുടരാനുള്ള ഒരു വർഷമായിട്ട് കൂടി കാണേണ്ടിയിരിക്കുന്നു. കാരണം അതിൽ നിന്ന് ആ അനുഭവ പാഠങ്ങളിൽ നിന്ന് എങ്ങനെ നാം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് 2026 ഓരോ ദിവസത്തിലേക്കും തുടർന്ന് എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ചിന്ത. അതിന് എല്ലാവർക്കും നല്ല ഒരു പുതുവർഷം ആശംസിക്കുന്നു.